ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സുമിത്ര റൂമിൽ നിന്ന് ഇറങ്ങി വന്ന കീർത്തിയോടും ഉദയനോടും ചോദിച്ചു, ഈ സമയത്താണോ വരേണ്ടത്? ഇവിടെ പൂജയും മറ്റു കാര്യങ്ങളും നടക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? കഴിഞ്ഞ ദിവസവും മുത്തശ്ശി അക്കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചതല്ലായിരുന്നോ എന്ന് സുമിത്ര അന്വേഷിച്ചപ്പോ കീർത്തി പറഞ്ഞു, ഓ, ഇവിടുത്തെ പൂജയും കാര്യങ്ങളും എന്നാ എന്റെ അമ്മായി അവസാനിക്കുന്നത്? അപ്പോഴാണ് അടുത്ത് നിന്ന ഗാഥയെ ചൂണ്ടിക്കാണിച്ച് സുമിത്ര പറഞ്ഞത്, ഇത്രയും നേരം പാവം ഗാഥമോള് ഈ പൂജയും മറ്റു കാര്യങ്ങളും ചിട്ട പോലെ തന്നെ ചെയ്യുകയായിരുന്നു. എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ മുറയ്ക്ക് വേണം നടക്കാനായിട്ട്. ഇവിടെ പക്ഷേ നിങ്ങൾ മാത്രമാണ് അതൊന്നും കൃത്യമായും നടത്താത്തത്. ഇത്രയും നേരമായിട്ടും നിർമ്മല എഴുന്നേറ്റിട്ട് പോലും ഇല്ലല്ലോ. അമ്മ ഇങ്ങനെ വരട്ടെ, എല്ലാത്തിനുമുള്ള മറുപടി അമ്മ തന്നെ പറഞ്ഞോളുമെന്ന് പറഞ്ഞപ്പോ ഉദയം പറഞ്ഞു, അതെ, ഇതൊക്കെ വെറുതെയാ. ഈ ഗാതമോളുടെ പൂജയും മറ്റു കാര്യങ്ങളും വ്രതമെടുപ്പും ഒക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, എല്ലാവരും എന്നും കാണുന്നതുമാണ്. ആദ്യം വലിയ കാര്യത്തിൽ ഇതുപോലെയുള്ള പൂജയും കാര്യങ്ങളും ഒക്കെ ചെയ്യും, പിന്നെ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കറിയാവല്ലോ. പിന്നെ ഒരു കാര്യം ഉറപ്പാ, അന്ന് ഈ കുടുംബത്തിന് വേണ്ടി പൂജ ചെയ്യുകയും വ്രതം അനുഷ്ഠിക്കുകയും ചെയ്ത ഗാഥയല്ല ഇന്നിപ്പോ ഇവിടെ നിൽക്കുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. അത് താമസിയാതെ ഇവിടെയുള്ള എല്ലാവരെയും ഞാൻ ബോധ്യപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഉദയം പറയുമ്പോ ഇത് കേട്ട സുമിത്ര പറഞ്ഞു, എന്റെ ഉദയ, എത്ര നാളായി നിങ്ങൾ ഇങ്ങനെയെല്ലാം പറഞ്ഞു നടക്കുന്നു? ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചൂടെ? ഒന്നുമല്ലെങ്കിലും നിങ്ങൾ മുതിർന്നവരല്ലേ. ഈ ഗാഥമോളെ ഇങ്ങനെ പിന്നാലെ നടന്ന് ടോർച്ചർ ചെയ്യേണ്ട കാര്യമുണ്ടോ? എപ്പോഴും നിങ്ങൾ ഓരോരുത്തരും ഓരോന്നും പറയുന്നത് കേട്ട് ആ പാവം കുട്ടി പലപ്പോഴും പലതും സഹിച്ചു നിന്നിട്ടുള്ളത് എന്ന് സുമിത്ര ദേഷ്യത്തോടെ ഉദയനോട് അറിയിച്ചു. അപ്പോഴേക്കും ഉദയം പറഞ്ഞു, അതെ, എനിക്കറിയാം സുമിത്രേ, ഞാൻ പറയുന്നതൊന്നും നിങ്ങളാരും വിശ്വസിക്കില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞാലും അത് എനിക്ക് തെളിയിക്കാൻ കഴിയാതെയും പോകുന്നു. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലോർത്തു, ഞാൻ ഈ പറയുന്നതൊക്കെ സത്യമാണെന്നും അതിന്റെ പിന്നിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നും അതിന് കൃത്യമായ കാരണങ്ങൾ സഹിതമാണ് ഞാൻ ഈ പറയുന്നതെന്നും പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് തെളിവുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയും ചെയ്യും. നോക്കിക്കോ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കാതിരിക്കുമ്പോ ഈ കുടുംബത്തിൽ നടക്കുന്ന തിരിമറികളും ചതികളും എന്തൊക്കെയാണെന്ന് താമസിയാതെ നിങ്ങളൊക്കെ തിരിച്ചറിയും. എന്റെ നാഗദൈവങ്ങളെ, ഇതൊക്കെ ഇവരെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണേ. എല്ലാവരുടെയും മുന്നിൽ പലതവണയായി ഞാൻ ഇതെല്ലാം കേട്ട് അവരുടെ പരിഹാസവും കേട്ട് നടക്കുന്നു. എന്നാൽ ഇത്തവണയെങ്കിലും എനിക്ക് അത് സത്യമാണെന്ന് തെളിയിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കി തരണേ എന്ന് പറഞ്ഞ് പൂജാമുറിയിലേക്ക് ഓടി വന്ന് നാഗദൈവങ്ങൾക്ക് മുന്നിൽ തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ട് ഉദയൻ അങ്ങനെ നിൽക്കുമ്പോഴേക്കും സുമിത്ര ഗാഥയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോഴേക്കും കീർത്തി ആലോചിച്ചു, അല്ല, ഇനിയിപ്പോ അച്ഛൻ ഈ പറഞ്ഞതൊക്കെ സത്യം തന്നെയായിരിക്കുമോ? അച്ഛൻ ഈ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് വല്ലാത്ത ആത്മാർത്ഥതയാണെന്ന് തോന്നുന്നല്ലോ. എന്തായാലും സത്യമായാ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കീർത്തിയും അവിടെ നിന്നു. ഈ സമയത്താണ് ഗാഥ സിത്താരയുടെ ഫോണിലേക്ക് വിളിച്ചത്. സിത്താര കോൾ എടുത്തതും ഗാതമോളോട് ഇനി എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടായോ എന്ന് അന്വേഷിച്ചപ്പോ തന്റെ പൂജയും കാര്യങ്ങളുമൊക്കെ ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും തൃപ്തിയായെന്നും താൻ വ്രതം എടുക്കുന്നതും പൂജ ചെയ്യുന്നതും ഒക്കെ എല്ലാവർക്കും വലിയ താല്പര്യമുണ്ടായി. പക്ഷെ ഇതിനിടയിൽ ഒരു പ്രശ്നം ഉണ്ടായി. ആ ഉദയനമ്മാവനുണ്ടല്ലോ, അയാൾ വന്ന് വീണ്ടും പറയുന്നത് ഞങ്ങൾ രണ്ടുപേരുണ്ടെന്ന്, ഗാഥ എന്ന് പറയുന്നത് രണ്ടുപേരാണെന്നും ഞാനല്ല മുമ്പ് അവിടെ പൂജകൾ ചെയ്തിരുന്നതും വ്രതം അനുഷ്ഠിച്ചതും എന്നൊക്കെയാണ് അയാൾ പറഞ്ഞു പരത്തുന്നത്. എല്ലാവർക്കും എന്റെ മേൽ വിശ്വാസമായിട്ടുണ്ടെങ്കിലും ഇതുപോലെയുള്ള ഓരോ തവണയുള്ള ഇത്തരം സംശയത്തോടെയുള്ള വാക്കുകൾ കേൾക്കുമ്പോ ആരെങ്കിലും വെറുതെ എങ്കിലും സംശയിക്കുവില്ലേ മാമി എന്ന് ചോദിച്ച് ഗാഥ ബഹളം വെക്കുമ്പോ ഇത് കേട്ട ഉടനെ സിതാര പറഞ്ഞു, മോളെ, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ മോളത് മൈൻഡ് ചെയ്യണ്ട. കാരണം ഉദയനല്ലേ പറയുന്നത്, അതിനത്രേ കാര്യമുള്ളൂ എന്നും അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അല്ലാതെ ആരും അതിന്റെ പിന്നാലെ പോകാൻ പോകുന്നില്ല. മോളെന്തായാലും ഭംഗിയായി വ്രതം പൂർത്തിയാക്കാൻ നോക്കിയാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് സിത്താര ഫോൺ വെച്ചു. അപ്പോഴാണ് റൂമിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നവീന്റെ അരികിലേക്ക് മാണിക്കുഞ്ഞ് എത്തിയത്. മാണിക്കുഞ്ഞ് വന്നതും നവീൻ പറഞ്ഞു, അതെ മാണിക്കുഞ്ഞെ, ഒരു കാര്യമുണ്ട്. നമ്മുടെ പുതിയ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ആ അനിയൻ സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്, ആ പ്രോപ്പർട്ടി നമ്മുടെ വിദേശികളായ കുറച്ച് ഡീലർമാർക്ക് താല്പര്യമുണ്ട്. അവർക്ക് നമ്മൾ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന പ്രോജക്റ്റിനെ കുറിച്ച് അവരോട് വിശദീകരിച്ച് പറയേണ്ടി വരും. അവർ താമസിയാതെ നമ്മൾ നേരിട്ട് കാണാനായിട്ട് വരും. അപ്പോ നമുക്ക് ആ സ്ഥലത്ത് കൊണ്ടുപോയി അവരെ കാണിക്കുകയും അതിന്റെ പ്രോജക്റ്റിനെ കുറിച്ച് വിശദീകരിക്കേണ്ടിയും വരും. പക്ഷേ ഒരു വലിയ പ്രോജക്റ്റ് തന്നെയാ നമുക്ക് വരാൻ പോകുന്നത്. അവരുമായി ഒരു ഡീല് നടത്തിയാൽ അത് നമുക്ക് വലിയ നേട്ടം തന്നെയാ. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ഇതിപ്പോ അനീസ് സാറിന്റെ പേരിൽ നിന്ന് നമ്മുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് രജിസ്ട്രേഷൻ നടക്കാതെ മറ്റൊരാളുടെ പ്രോപ്പർട്ടിയിൽ ചെന്ന് എങ്ങനെയാണ് ഈ പ്രോജക്റ്റിനെ കുറിച്ച് നമ്മൾ അവർക്ക് വിശദീകരണം നൽകുക? അതുകൊണ്ട് എത്രയും വേഗം ഇതിനൊരു തീരുമാനം നമുക്ക് ഉണ്ടാക്കിയേ പറ്റൂ. ഉടനെ തന്നെ ആ രജിസ്ട്രേഷൻ നടത്താൻ പറ്റുമോ എന്ന് വേഗം തന്നെ അനീസ് സാറിനെ വിളിച്ചത് ചോദിക്കണമെന്ന് പറഞ്ഞപ്പോ, എന്നാ അതിനി വൈകണ്ട, ഇപ്പൊ തന്നെ സാറ് വിളിച്ച് ചോദിക്കേ എന്ന് പറഞ്ഞു. അനീൻ സാറിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടാതായതോടെ നവീൻ പറഞ്ഞു, അയ്യോ, അനീൻ സാറിന്റെ ഫോൺ റിങ് ചെയ്യുന്നില്ലല്ലോ.
ഉടനെ മാണിക്കുഞ്ഞ് ചോദിച്ചു, എന്തിനാ സാർ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? അനിയൻ സാറിനെ കിട്ടുന്നില്ലെങ്കിൽ സാറിന്റെ PA വിളിക്ക്, കൃഷ്ണയല്ലേ ഇവിടെ ഉള്ളത്. ഉടനെ കൃഷ്ണയുടെ ഫോണിലേക്ക് നവീൻ വിളിക്കുന്നു. കൃഷ്ണ കോൾ എടുത്ത ഉടനെ പറഞ്ഞു, പൂജയും ആചാരങ്ങളും ഒക്കെ മുറ പോലെ തന്നെ നടത്തണം, ഇല്ലെങ്കിൽ അത് ദൈവകോപം ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോ അത് കേട്ടതോടെ നവീൻ ആകെ ഞെട്ടി. എന്താ കൃഷ്ണ, കൃഷ്ണ എന്താ ഈ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോഴേക്കും പെട്ടെന്നാണ് കൃഷ്ണയ്ക്ക് സുബോധം വന്നത്. അയ്യോ സാർ, നവീനായിരുന്നോ വിളിച്ചത്, എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചപ്പോ കൃഷ്ണ പറഞ്ഞത് സത്യം തന്നെയാണ്. എന്റെ കുടുംബത്ത് ഇങ്ങനെ പൂജയും വഴിപാടുകളും ഒക്കെ നടക്കുന്നുണ്ടെന്ന് എങ്ങനെയാ കൃഷ്ണയ്ക്ക് മനസ്സിലായത്? എന്തായാലും കൃഷ്ണ പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ളത് തന്നെ കേട്ടോ എന്ന് പറഞ്ഞപ്പോ എല്ലാം കേട്ട് കഴിഞ്ഞതോടെ കൃഷ്ണ പറഞ്ഞു, അയ്യോ ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അല്ല, എന്താ ഇപ്പൊ വിളിച്ചെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴേക്കും അനിയൻ സാർ അടുത്തുണ്ടോ എന്ന് ചോദിച്ചു. ആ ഇവിടെ ഉണ്ടല്ലോ, അച്ഛൻ ഇവിടെ ഉണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ നവീൻ എന്ന് ചോദിച്ചപ്പോ ഒരു കാര്യം സംസാരിക്കാനായിരുന്നു. ഈ വരുന്ന വിഷുവിന്റെ തലേ ദിവസം നമുക്ക് രജിസ്ട്രേഷൻ നടത്തിയാലോ എന്നൊരു ആലോചന. അത് സാറിനോട് സംസാരിക്കാനാണെന്ന് പറഞ്ഞപ്പോ ഞാൻ അച്ഛന്റെ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞ് വേഗം തന്നെ ഫോണുമായിട്ട് കൃഷ്ണ ശ്രീനിവാസിന്റെ അരികിലേക്ക് എത്തി. ശ്രീനിവാസ് ഫോൺ എടുത്തതും എന്താ എന്താ കാര്യമെന്ന് അന്വേഷിച്ചപ്പോ ശ്രീനിവാസിനോട് നവീൻ കാര്യങ്ങൾ അവതരിപ്പിച്ചു. സാറിനന്ന് അസൗകര്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്ത് അസൗകര്യം, പിന്നെ വിഷുവിന്റെ തലേ ദിവസം ആയതുകൊണ്ട് ചില തിരക്കുകളൊക്കെ കാണും. വേറെ എന്തെങ്കിലുമൊക്കെ ചില പ്രവൃത്തി, എന്തെങ്കിലും നിരച്ചിരിക്കാത്ത എന്തെങ്കിലും ചില കാര്യങ്ങൾ, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ചാറ്റൊന്നും ഇല്ല. എന്തായാലും കുഴപ്പമില്ല, ഞാനും മോളും കൂടി അങ്ങ് എത്തിക്കോളാം എന്ന് പറഞ്ഞ് ഞാനും മോളും കൂടി അതിനെ റെഡിയാക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോ ശരിയെന്ന് പറഞ്ഞ് നവീൻ ഫോൺ വെക്കണം. അന്ന് തലേ ദിവസം തങ്ങൾ അങ്ങ് എത്തിയേക്കാമെന്ന് പറഞ്ഞ് നവീൻ ഫോൺ വെച്ചതോടെ അന്ന് വൈകിട്ട് കളരിക്കല് വ്രതം അനുഷ്ഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിലത്ത് കിടന്നുറങ്ങുന്ന ഗാഥയ്ക്കരികിലേക്ക് നവീൻ എത്തി. ഗാഥ നിലത്ത് കിടന്നുറങ്ങുന്നത് കണ്ട് അരികിൽ വന്ന് ഗാഥയുടെ മുടിയൊന്ന് തലോടിയതും ഗാഥ കണ്ണു തുറന്നപ്പോ നവീൻ പറഞ്ഞു, താൻ കിടന്നോ, എന്തിനാ എഴുന്നേക്കുന്നത് എന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും ഗാഥ പറഞ്ഞു, സാരയില്ല നവീൻ, ഞാൻ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഗാഥ എഴുന്നേറ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അവിടേക്ക് മാണിക്കുഞ്ഞെത്തി. ഗാഥ നവീനോട് പറഞ്ഞു, നവീന് വേണ്ടിയാണ് ഞാൻ ഈ വ്രതമൊക്കെ അനുഷ്ഠിക്കുന്നത്. നവീൻ ഒരു ആപത്തും വരാൻ പാടില്ല. ഒരു കോപവും ഒരു ദൈവകോപവും നവീൻ ഉണ്ടാകാൻ പാടില്ല. അതിനു വേണ്ടിയാ ഞാൻ ഈ വ്രതമൊക്കെ അനുഷ്ഠിക്കുന്നതെന്ന് പറഞ്ഞപ്പോ ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് എത്തിയ മാണിക്കുഞ്ഞ് പറഞ്ഞു, സത്യത്തിൽ ഗാഥാ മേഡത്തിന് നവീൻ സാറിനോടുള്ള സ്നേഹം കാണുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്, ഈ ലോകത്ത് ഇത്രത്തോളം ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടാവുകയില്ല എന്ന്. പക്ഷേ ചില നേരത്ത് എല്ലാം തകിടം മറിയുകയും ചെയ്യും. ഉടനെ ഗാഥ പറഞ്ഞു, എനിക്കറിയാം മാണിക്കുഞ്ഞെ, ചിലപ്പോ എനിക്കെന്നെ നിയന്ത്രണം കൈവിട്ടു പോകുന്നതാണ്. പലപ്പോഴും പലരെയും, ഈ കുടുംബത്തിലുള്ള പലരെയും എനിക്ക് വേദനിപ്പിക്കേണ്ടിയും വന്നിട്ടുണ്ട്. എല്ലാം സംഭവിച്ചു പോകുന്നതാണ് മാണിക്കുഞ്ഞെ. ഇനി എന്തായാലും അങ്ങനെയൊന്നും വരാതെ ഞാൻ ശ്രമിക്കും എന്ന് ഗാഥ പറയുമ്പോ അവർ മൂന്നുപേരും കൂടി അങ്ങനെ സംസാരിച്ചിരിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് അവിടേക്ക് ഗാഥയ്ക്ക് കുടിക്കുവാനുള്ള പാലുമായിട്ട് സുമിത്ര എത്തിയത്. സുമിത്ര അകത്തേക്ക് കയറി വന്നതും എല്ലാവരും ഒന്നിച്ചിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോ ഉടനെ സുമിത്ര പറഞ്ഞു, അത് ശരി, നിങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുകയായിരുന്നോ? ഗാതമോളെ ഈ പാല് കുടിക്കുക എന്ന് പറഞ്ഞ് സുമിത്ര പാലെടുത്ത് കയ്യിലേക്ക് കൊടുത്തതും ഉടനെ പാല് കുടിക്കാൻ പിടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന ഗാഥയോട് നവീൻ പറഞ്ഞു, നാളെ ഒരു യാത്രയുണ്ട്. അത് നമ്മുടെ പുതിയൊരു പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ രജിസ്ട്രേഷന്റെ കാര്യത്തിന് വേണ്ടി പോകുന്നതാ എന്നറിയിച്ചു. അപ്പോഴേക്കും സുമിത്ര പറഞ്ഞു, അയ്യോ മോനെ, അത് ശരിയാവില്ലല്ലോ. 13-ാം തീയതി, അതായത് വിഷുവിന്റെ തലേദിവസം അങ്ങനെ ഒരു യാത്ര ഒരിക്കലും ശരിയാവില്ല. കാരണം നമ്മുടെ വീട്ടിൽ വിഷുവിന്റെ തലേദിവസമാണ് വീട്ടിൽ പൂജയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അതുകൊണ്ട് അന്ന് തീർച്ചയായിട്ടും ഇവിടെ ദമ്പതികൾ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. അതിലൊരാൾ പോലും മറ്റെങ്ങും പോകാൻ പാടില്ല. മുത്തശ്ശി അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോ ഇതാകെ പ്രശ്നമാവുമല്ലോ എന്ന് നവീൻ സങ്കടത്തോടെ മാണിക്കുഞ്ഞിനോട് അറിയിച്ചു. അപ്പോഴേക്കും മാണിക്കുഞ്ഞ് പറഞ്ഞു, സാറേ, കൂടുതൽ പ്രശ്നമൊന്നുമില്ല. നമ്മൾ വിളിച്ച് അനിയൻ സാറിനോട് ഇങ്ങോട്ട് വരാൻ പറയുന്നു. ഇവിടുത്തെ രജിസ്ട്രാർ നമുക്ക് പരിചയമുള്ള ആളല്ലേ, പിന്നെ എന്താ സാറേ പ്രശ്നം? നമുക്ക് വേറെ എങ്ങും പോകണ്ട, രജിസ്ട്രേഷൻ കഴിഞ്ഞ് നേരെ ഇങ്ങും അവരെ കൂട്ടിക്കൊണ്ട് പോരുകയും ചെയ്യാം. സാറിന് നമ്മുടെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാം. നമ്മുടെ ഇത്രയും നാളത്തെ അടുപ്പം വെച്ച് സാർ ഇതിനെതിരെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് മാണിക്കുഞ്ഞ് പറഞ്ഞതോടെ നവീൻ പറഞ്ഞു, ഓ അത് നല്ലൊരു ഐഡിയ, അങ്ങനെ നോക്കാം. അപ്പൊ പിന്നെ ഇവിടെ ഉണ്ടാവുമല്ലോ, എനിക്കും ഇതിൽ പങ്കുചേരാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞപ്പോ ഗാഥ പറഞ്ഞു, താങ്ക് യു നവീൻ. അത് കേട്ടതോടെ നവീൻ ചോദിച്ചു, എന്തിനാ താങ്ക്സ്? അല്ല, ഈ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നവീൻ എന്റെ ഒപ്പം ഉണ്ടാകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോ നവീൻ പറഞ്ഞു, എടോ, ഇത്തരം പൂജയും വഴിപാടുകളോടൊന്നും എനിക്കൊരിക്കലും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ തന്നെ വിവാഹം കഴിച്ച് സ്വന്തമാക്കിയതിനു ശേഷം ഇതുപോലെയുള്ള പൂജ കാര്യങ്ങളിലൊക്കെ ഇപ്പൊ ഞാനും അറിയാതെ തന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ ഞാനും ഉൾക്കൊണ്ടു പോവുകയാണ്, ഞാനും വിശ്വസിച്ചു പോവുകയാണ്. അതുകൊണ്ട് എന്തായാലും ഈ പൂജ മുഴുവൻ തീരുന്നത് വരെ ഞാൻ തന്റെ ഒപ്പം ഉണ്ടാവും എന്നറിയിച്ചു. ഉടനെ തന്നെ മാണിക്കുഞ്ഞ് വേഗം തന്നെ വിവരം അനിയൻ സാറിനെ വിളിച്ച് അറിയിക്കാമെന്ന് തീരുമാനിച്ചു. ഈ സമയത്താണ് അവിടെ പുഴയോരം വീട്ടില്
പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്രതം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണ ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, നവീന് ഒരാപത്തും വരുത്താതെ കാത്തുകൊള്ളണേന്ന്. അത് കേട്ടുകൊണ്ടായിരുന്നു അവിടേക്ക് സത്യവതി എത്തിയത്. സത്യവതി ചോദിച്ചു, അല്ല ആരാ ഈ നവീൻ? അപ്പോഴേക്കും ആകെ പ്രശ്നത്തിലായി നിൽക്കുന്ന കൃഷ്ണയെ രക്ഷിക്കുവാൻ ഉടനെ തന്നെ അവിടേക്ക് തങ്കം എത്തി. തങ്കം വന്ന് ചോദിച്ചു, എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോഴേക്കും കൃഷ്ണ എന്താ അമ്മായി എന്ന് അന്വേഷിച്ചു. ഉടനെ സത്യവതി ചോദിച്ചു, അല്ല കുട്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ നവീൻ ആപത്തൊന്നും വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നത് കേട്ടു, അത് ആരാ നവീൻ എന്ന് ചോദിച്ചതാ എന്ന് പറഞ്ഞപ്പോ ഉടനെ തങ്കം പറഞ്ഞു, അയ്യോ നവീൻ എന്നായിരിക്കില്ല, നവനീത കൃഷ്ണ എന്നായിരിക്കും മോള് പ്രാർത്ഥിച്ചത്. ചിലപ്പോ ചേച്ചി കേട്ടതിന്റെ പ്രശ്നമായിരിക്കും എന്ന് തങ്കം അറിയിച്ചു. അതൊക്കെ വിശ്വസിക്കാൻ കഴിയാതെ, അതൊട്ടും വിശ്വസിക്കാതെ സത്യവതി ആകെ രൂക്ഷമായി രണ്ടുപേരെ മാറി മാറി നോക്കി. അതിനുശേഷം ശ്രീനിവാസിന്റെ അരികിലെത്തി സത്യവതി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൃഷ്ണ പ്രസാദവുമായിട്ട് വ്രതം പൂർത്തിയാക്കിയതിന്റെ പ്രസാദവുമായി നേരെ ശ്രീനിവാസിന്റെ അരികിലേക്ക് എത്തിയത്. ശ്രീനിവാസനോട് പ്രസാദം വാങ്ങിച്ച് കുടിക്കാനായിട്ട് ആവശ്യപ്പെട്ടപ്പോ കൈ നീട്ടി തനിക്ക് കുറച്ച് തന്നേക്കാൻ പറഞ്ഞ് അത് കഴിച്ചു നോക്കിയതോടെ നല്ല ടേസ്റ്റുള്ള പാൽപ്പായസമാണെന്ന് ശ്രീനിവാസന് മനസ്സിലായി. ശ്രീനിവാസ് ചോദിച്ചു, അല്ല ഈ പാൽപ്പായസം എന്തിനാ മോളെ ഇപ്പൊ ഉണ്ടാക്കിയത്? അപ്പോഴേക്കും തങ്കം പറഞ്ഞു, മോള് വ്രതം എടുത്തിരിക്കുകയായിരുന്നു, അതിന്റെ അവസാനം വഴിപാടുണ്ടാക്കിയതാണെന്ന് അറിയിച്ചപ്പോ, കൊള്ളാം മോളെ, വെറുതെ പറയല്ല, എന്റെ മോളായിട്ട് മുഖസ്തുതി പറയുകയുമല്ല, നല്ല ടേസ്റ്റാ മോളുടെ പായസത്തിന് എന്നറിയിച്ചു. അത് കേട്ടതോടെ കൃഷ്ണ പറഞ്ഞു, അത് എനിക്ക് ഇതെല്ലാം പഠിപ്പിച്ചു തന്നത് ഇതാ ഈ നിൽക്കുന്ന ആളാണെന്ന് പറഞ്ഞ് തങ്കത്തെ ചൂണ്ടിക്കാണിച്ചു. ഈ സമയത്ത് സത്യവതിയെ നോക്കിയ ശ്രീനിവാസ് പറഞ്ഞു, ചേച്ചി ഒന്ന് കുടിച്ചു നോക്കിക്കേ, ഞാൻ പറഞ്ഞ സത്യമാണെന്ന് ചേച്ചിക്ക് എപ്പം മനസ്സിലാവുമെന്ന് പറഞ്ഞ് സത്യവതിയുടെ നേരെ ആ പായസം കൊടുക്കാനായി ശ്രീനിവാസ് അറിയിച്ചു. അങ്ങനെ ശ്രീനിവാസ് പറഞ്ഞതനുസരിച്ച് കൃഷ്ണ സത്യവതിയുടെ വായിലും പായസം വെച്ചു കൊടുത്തു. അത് കുടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന നേരത്താണ് കൊള്ളാമെന്ന് സത്യവതി അഭിപ്രായം പറയുമ്പോഴാണ് നവീന്റെ ഫോൺ കോൾ ശ്രീനിവാസിനെ തേടിയെത്തിയത്. ശ്രീനിവാസ് കോൾ അറ്റൻഡ് ചെയ്ത് നവീന വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്തതോടെ അടുത്ത ദിവസം കളരിക്കലേക്കോ ശരി താൻ എത്താമെന്നും അതിന്റെ ലൊക്കേഷൻ ഇട്ട് തന്നാൽ മതിയെന്ന് ശ്രീനിവാസ് നവീനോട് അറിയിച്ചു. അങ്ങനെ പറഞ്ഞ് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ശ്രീനിവാസ് കൃഷ്ണനോട് പറഞ്ഞു, നവീന വിളിച്ചതെന്നും അന്ന് അവരുടെ കുടുംബത്തില് എന്തൊക്കെയോ വഴിപാടുകളോ പൂജകളോ മറ്റോ ഉണ്ട്, അതുകൊണ്ട് ആ പൂജ ഉള്ളതിനാൽ അയാൾക്ക് വരാൻ കഴിയില്ല, നമ്മളോട് അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞത്, എന്തായാലും ഞാൻ ഓക്കെ പറഞ്ഞു എന്ന് ശ്രീനിവാസ് കൃഷ്ണയോട് അറിയിച്ചു. ഇത് കേട്ടതോടെ സത്യവതി പറഞ്ഞു, നവീനോ? അയാളല്ലേ, അയാളുടെ കാര്യമല്ലേ കുറച്ചു മുമ്പേ കുട്ടി പ്രാർത്ഥിച്ചത്, നവീന് ആപത്തൊന്നും വരരുത് എന്ന് പറഞ്ഞപ്പോ അത് കേട്ടതോടെ ശ്രീനിവാസ് അതിശയത്തോടെ കൃഷ്ണയെ നോക്കി. ആണോ മോളെ എന്ന് ചോദിച്ചപ്പോഴേക്കും തങ്കം പറഞ്ഞു, അല്ല മോള് നവനീത കൃഷ്ണ എന്നാണ് പ്രാർത്ഥിച്ചത്, പക്ഷെ കേട്ടത് അങ്ങനെയാണെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് കൃഷ്ണയെ രക്ഷിക്കാനായി തങ്കം ശ്രമം തുടർന്നു. അപ്പോഴേക്കും അതെല്ലാം കേട്ടതോടെ ശ്രീനിവാസ പറഞ്ഞു, ഇനി അഥവാ നവീന് വേണ്ടിയാ പ്രാർത്ഥിച്ചെങ്കിൽ തന്നെ അതിൽ പ്രശ്നമൊന്നുമില്ല, കാരണം നവീൻ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആള് തന്നെയല്ലേ. എന്തായാലും നാളെ നമ്മൾ അവിടേക്ക് പോവുകയാ മോളെ, നവീന്റെ വീട്ടിലേക്ക്. കളരിക്കൽ കുടുംബം അവിടുത്തെ പൂജകളും മറ്റുമൊക്കെ തീർന്നു കഴിയുമ്പോഴേക്കും നമ്മളെയും അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ശ്രീനിവാസ് അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ തങ്കം പറഞ്ഞു, വേണ്ട, കളരിക്കൽ വീടോ അങ്ങോട്ടേക്കുള്ള യാത്ര തൽക്കാലം വേണ്ട സാറേ, അത് ശരിയാവില്ല, സാറ് തനിച്ച് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോ ശ്രീനിവാസ് പറഞ്ഞു, അതെന്താ, ഞാൻ എന്റെ മോളെയും കൊണ്ടല്ലേ തങ്കം പോകുന്നത്, അത് ശാന്തി എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്, ഒരു പ്രശ്നവും എന്ന് പറഞ്ഞ് നാളെ തന്നെ മോള് റെഡി ആവണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നവീന്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ട ഒരുക്കങ്ങൾ നടത്താനായി അവിടുന്ന് ശ്രീനിവാസ് പോകുമ്പോൾ കൃഷ്ണ ആകെ ടെൻഷനിലാവുന്നു. എന്നാൽ കളരിക്കലേക്ക് കൃഷ്ണയെ നിർബന്ധപൂർവ്വം എത്തിക്കുകയായിരുന്നു ശ്രീനിവാസ്. ഒടുവിൽ അവിടേക്ക് അപ്രതീക്ഷിതമായി വരുന്ന ശ്രീനിവാസിനെ കണ്ട് കൂടെ വരുന്ന കൃഷ്ണയെ കണ്ടതോടെ ഗാഥയ്ക്ക് ആകെ കലിയിളകുന്നു. ഒടുവിൽ പൂജയുടെ അവസാനം നടക്കാൻ പോകുന്ന അവസാനത്തെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കൃഷ്ണയെ നിർബന്ധിച്ചുകൊണ്ട് മുത്തശ്ശി അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. കൃഷ്ണയെ മുത്തശ്ശി നിർബന്ധമായി കൊണ്ടുപോകുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ ഗാഥയായി കൃഷ്ണ അഭിനയിക്കുമ്പോൾ അവർക്ക് മുന്നിലേക്ക് ചെന്ന് നിൽക്കാൻ കഴിയാത്തതിനാൽ മനഃപൂർവ്വം മറ്റൊരിടത്ത് മറഞ്ഞിരിക്കുകയായിരുന്നു ഗാഥ. അങ്ങനെ എന്തായാലും തന്റെ വ്രതാനുഷ്ഠാനങ്ങൾക്കൊക്കെ ഒടുവിൽ ഫലം കാണാൻ പോകുന്ന സാഹചര്യത്തിൽ വീണ്ടും നവീന്റെ ഭാര്യ പദവി അലങ്കരിച്ചുകൊണ്ട് കൃഷ്ണ വന്നെത്തിയതിന്റെ പകയോടെ അവളെ താൻ താമസിയാതെ തന്നെ ഇല്ലാതാക്കുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഗാഥ അവിടെ മറഞ്ഞിരിക്കുന്നു.